ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയോട് രാജീവ് പറയുന്ന വാക്കുകൾ അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ ഒലിച്ചു. ഒരാളെയും ഒരു കാലത്തും ഒരു തെറ്റും ചെയ്യാതെ ജയിലിലടച്ചിടാൻ കഴിയുകയില്ല എന്നും അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇനിയും എടുത്തില്ല എന്നുണ്ടെങ്കിൽ വളരെയേറെ നഷ്ടങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള രാജീവിന്റെ വാക്കുകൾ കേട്ട് അർച്ചന കുറച്ചു നേരത്തേക്ക് ആലോചിച്ചു. ശരിയാണ് രാജീവ് പറഞ്ഞത്. ഇനിയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഞാനായിട്ട് കണ്ടെത്തിയില്ല എങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വഴിയെത്തിക്കും. മാത്രമല്ല, രാജീവ് പറഞ്ഞതുപോലെ പിന്നീട് നഷ്ടങ്ങൾ മാത്രമായിരിക്കും സംഭവിക്കുക എന്ന് അർച്ചന മനസ്സിലാക്കി. ഉടൻ തന്നെ രാജീവ് അകത്തേക്ക് കയറിപ്പോയതും പിന്നാലെ എത്തി അർച്ചന പറഞ്ഞു, രാജീവ് പറഞ്ഞത് ശരി തന്നെയാണ്. എനിക്ക് എല്ലാം മനസ്സിലായി. എനിക്കൊന്ന് രാജുവിനോട് സംസാരിക്കണം. കുറച്ചു നേരം രാജുവിനോട് സംസാരിക്കണമെന്ന് അർച്ചന ആവശ്യപ്പെട്ടപ്പോൾ രാജീവ് പറഞ്ഞു, എന്തായാലും നന്നായി. ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ സമൃദ്ധയ്ക്ക് തോന്നിയല്ലോ, അതെന്തുകൊണ്ടും നന്നായി എന്ന് സമൃദ്ധയോട് രാജീവ് അറിയിച്ചു. പിന്നെ ഇങ്ങനെ സംസാരിക്കാനുള്ള തീരുമാനം എടുത്ത സ്ഥിതിക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ തൽക്കാലം കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. ഞാൻ എവിടെയാണ് വരേണ്ടതെന്നും ഏത് സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടണമെന്നും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് രാജീവും അർച്ചനയും അവിടെ നിന്ന് പിരിഞ്ഞു. ഈ സമയത്ത് അർച്ചന താഴേക്ക് ഇറങ്ങി വരുമ്പോൾ രാജീവുമായി അർച്ചന എന്തോ സംസാരിച്ചുവെന്ന് താഴെ നിന്ന് കയറി വന്ന ശിശിരയ്ക്ക് മനസ്സിലായി. ഞാൻ അപ്ഡേറ്റ് ചെയ്യാമെന്നതായിരുന്നു രാജീവിന്റെ വാക്കുകൾ അവസാനം. അത് കേട്ട് കഴിഞ്ഞതും അർച്ചന താഴേക്ക് പോയതിന് പിന്നാലെ ശിശിര രാജീവിന്റെ അരികിലേക്ക് എത്തി. രാജീവ് ഒന്നും കണ്ടില്ല എന്ന ഭാവത്തിൽ അവിടെ ആ സെറ്റിയിൽ ഇരിക്കുമ്പോഴേക്കും അരികിലേക്ക് എത്തിയ ശിശിര ചോദിച്ചു, എന്താ അവള് പറഞ്ഞത്? നിങ്ങൾ എവിടെ വെച്ച് കാണാന്നാ പറഞ്ഞത്? എന്ത് സംസാരിക്കാമെന്നാ പറഞ്ഞത്? എനിക്കറിയണം. നിങ്ങളും അവളും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ രാജീവിനോട് സംശയത്തോടെ ശിശിര അന്വേഷിച്ചു. ഇത് കേട്ടതും ശിശിരയുടെ ചോദ്യങ്ങൾ കേട്ട് രാജീവ് പറഞ്ഞു, മനസ്സിലായില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഒളിച്ചോടി പോകാൻ വരെ തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ പുറത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞത്. എന്താ, നിനക്ക് അതിലെന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ശിശിര ദേഷ്യത്തോടെ രാജീവിന്റെ നേരെ തിരിഞ്ഞു. അതെ, നിങ്ങളങ്ങനെ എന്നെ ഉപേക്ഷിച്ച് പോകാമെന്ന് നിങ്ങൾ കരുതിയോ? അങ്ങനെ നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞതും അത് ശരി, എന്നാ ഞാൻ കാണിച്ചു തരാം. നിനക്ക് സംശയമാണെങ്കിൽ നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് രാജീവ് വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ശിശിര ആകെ ദേഷ്യത്തോടെ ഇവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് അവളുടെ പിന്നാലെ താനും പോകുമെന്ന് തീരുമാനത്തിലെടുത്തു. അതിനുശേഷം ആതിര ഓഫീസിലേക്ക് എത്തിയതും ആതിരയോട് പണമിടപാടുകൾ നടത്തേണ്ടതിന്റെ രീതിയെക്കുറിച്ചും സ്വർണം കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിക്കുമ്പോൾ അവരുടെ പക്കൽ നിന്ന് അത് സ്വീകരിക്കുന്ന സമയത്ത് ചിലപ്പോൾ മുക്കുപണ്ടം കൊണ്ടുവന്ന് പലരും നമ്മളെ പറ്റിക്കാൻ സാധ്യതയുണ്ടെന്നും അങ്ങനെയുള്ളവരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അവരെ ഒന്നെങ്കിൽ സംശയം തോന്നുന്നവരെ ഗീതാ മേഡത്തിനടുത്തോ അല്ലെങ്കിൽ സാറിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണമെന്നും മായ ആതിരയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി. ശരിയെന്ന് പറഞ്ഞ് ആതിര അതെല്ലാം മനസ്സിലാക്കി ജോലി ചെയ്താൻ തുടങ്ങിയതും ഉടനെ അവിടേക്ക് ഒരു കസ്റ്റമർ എത്തി. അയാൾ വന്നതും എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ കുറച്ച് സ്വർണം പണയം വെക്കാനാണ് എന്നറിയിച്ചു. അത് ശരി, എത്രയാ എന്ന് ചോദിച്ച് മായ വേഗം തന്നെ സ്വർണം വാങ്ങിച്ചു. അപ്പോഴേക്കും അയാള് 3 പവനുണ്ട് എന്ന് പറഞ്ഞ് 3.5 പവനുണ്ടെന്ന് പറഞ്ഞ് സ്വർണം കയ്യിലേക്ക് കൊടുത്തു. ആ വള വാങ്ങിച്ച് മായ അത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോഴേക്കും മായയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. പെട്ടെന്ന് മായ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഇത് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് ആതിരയുടെ കയ്യിലേക്ക് ആ വള കൊടുത്ത് അവർ ഫോണുമായി പുറത്തേക്ക് ഇറങ്ങി. ഉടനെ കസ്റ്റമർ വന്ന് ആതിരയുടെ അടുത്തേക്ക് ഇരുന്നു. ഇത് എത്ര പവനുണ്ട് എന്ന് ആതിര അന്വേഷിച്ചപ്പോൾ 3.5 അയാൾ പറഞ്ഞു. എത്ര രൂപ വേണം എന്ന് ചോദിച്ചപ്പോൾ 3 ലക്ഷം വേണമെന്നും അയാൾ ആവശ്യപ്പെട്ടു. ഉടനെ ആതിര ആ വളയെടുത്ത് ഒന്ന് ഉരച്ചു നോക്കി. തന്റെ കയ്യിലിരിക്കുന്ന വള എത്ര ഉരച്ചിട്ടും അതിന്റെ മാറ്റ് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് ആതിരയ്ക്കാകെ സംശയമായി. ഇയാള് ജെനുവിനല്ല എന്നൊരു തോന്നൽ ആതിരയുടെ മനസ്സിലേക്ക് എത്തി. ഇപ്പോൾ തന്നെ മായ പറഞ്ഞതേ ഉള്ളൂ, മുക്കുപണ്ടം കൊണ്ടുവന്ന് പറ്റിക്കാനിടയാകരുതെന്നും അങ്ങനെ പറ്റിക്കപ്പെടരുതെന്നും. എന്തായാലും ഇയാൾ കൊണ്ടുവന്നത് മുക്കുപണ്ടമാണല്ലോ, ഇത് എന്താ ചെയ്യുക എന്ന് ആലോചിച്ചപ്പോൾ ഉടനെ അയാൾ ചോദിച്ചു, അല്ല എന്തു പറ്റി? പെട്ടെന്ന് പണം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞതും ഒരു മിനിറ്റ് ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞ് വേഗം ആതിര ആ സ്വർണവും എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നു. അകത്ത് കനക കനകാംബരന്റെ അരികിലേക്ക് എത്തിയതും സാർ എന്ന് വിളിച്ച് ആതിര അരികിലേക്ക് ചെന്നപ്പോൾ എന്താ ആതിരെ എന്ന് കനകാംബരൻ അന്വേഷിച്ചു. സാറേ, ഇത് ഒരാള് പണയം വെക്കാൻ കൊണ്ടുവന്നതാ. ഇത് മുക്കുപണ്ടമാണ്. അയാള് പണത്തിനായി അവിടെ കാത്തു നിൽക്കുക. അയാള് ജെനുവിൻ അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ഉടനെ കനകാംബരൻ ആ വളയെടുത്ത് ഒന്ന് നോക്കി. എന്നിട്ട് ഓഫീസിൽ നിന്ന് പതുക്കെ അവിടെ ഇരിക്കുന്ന കസ്റ്റമറെ ഒന്ന് നോക്കി.
അയാൾ അവിടെ നിന്ന് ആകെ ഉരുത്തിരിയുന്ന കാഴ്ച കണ്ടപ്പോഴേക്കും കനകാംബരന് കാര്യങ്ങൾ മനസ്സിലായി. അയാള് കള്ളനാ, അത് തീർച്ചയാ എന്ന് ഉടനെ തന്നെ അയാളെ നോക്കി കനകാംബരൻ തിരിച്ചറിഞ്ഞു. പെട്ടെന്ന് ഫോൺ എടുത്ത് ഗീതയെ വിളിച്ച് കനകാംബരൻ പുറത്തു വെക്കുന്ന ആള് കള്ളനാന്നും അയാളെ വെറുതെ വിടരുതെന്നും കനകാംബരൻ നിർദ്ദേശം നൽകി. ഉടനെ തന്നെ സെക്യൂരിറ്റിയോടും ഗീതമ്മ ഇക്കാര്യം അറിയിച്ചു. വേഗം തന്നെ സെക്യൂരിറ്റി വാതിൽ ലോക്ക് ചെയ്തു. അത് കണ്ടതോടെ അകത്ത് നിന്ന കസ്റ്റമർക്ക് ആകെ സംശയമായി. സെക്യൂരിറ്റി വാതിൽ ലോക്ക് ചെയ്തതും വേഗം തന്നെ അകത്തേക്ക് അയാൾ കയറി വരുന്ന കണ്ടപ്പോൾ അയാൾ രക്ഷപ്പെടാനായിട്ട് ആ കസ്റ്റമർ ശ്രമിക്കുന്ന കണ്ടതും വേഗം അവിടെ നിന്ന് ഗീത വിളിച്ചു പറഞ്ഞു, അയാളെ പോകാൻ അനുവദിക്കരുത്, അയാൾ കള്ളനാണ് എന്നറിയിച്ചു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ചേർന്ന് ആ കസ്റ്റമറെ അവിടെ പിടിച്ചു നിർത്തി. അയാളെ പിടിച്ചു നിർത്തിയതും കനാമ്പൻ അരികിലേക്ക് എത്തി. നീ എന്താടാ കരുതിയത്? നീ ഇവിടെ മുക്കുപണ്ടം കൊണ്ടുവന്ന് ഇവിടെ ഞങ്ങളെ പറ്റിക്കാമെന്നാണ്ടാ കരുതിയത് എന്ന് ചോദിച്ചതും ഉടനെ തന്നെ അയാളുടെ ഷർട്ടിന് പിടിച്ച് കനകാംബരൻ അയാളോട് ദേഷ്യപ്പെട്ടു. നിന്നെ പോലീസിൽ ഏൽപ്പിക്കുക വേണ്ടത് എന്ന് പറഞ്ഞ് വേഗം ഗീതമ്മയോട് പോലീസിനെ വിളിക്കാനായി കനകാംബരൻ അറിയിച്ചു. വേഗം തന്നെ ഗീതമ്മ പോലീസിനെ വിളിക്കണം. പോലീസ് ഉടനെ തന്നെ അവിടെ എത്തി. ആ മുക്കുപണ്ടവുമായി എത്തിയ അയാളെ പിടികൂടി അവിടെ നിന്ന് പോലീസ് മടങ്ങി. ഈ സമയത്ത് മുക്കുപണ്ടം കൊണ്ടുവന്ന് ഈ കമ്പനിയെ ഒന്നാകെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിച്ച അയാളുടെ പിടിയിൽ നിന്ന് തക്ക സമയത്ത് ആതിരയുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ടാണ് ഇന്ന് ഈ കമ്പനിയെ രക്ഷിക്കാൻ കഴിഞ്ഞതെന്നും അതുകൊണ്ട് ഒരു പ്രത്യേക അഭിനന്ദനം ആതിര അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കനകാംബരൻ ആതിരയെ എല്ലാവർക്കും മുന്നിൽ പ്രശംസിച്ചു. കണ്ടില്ലേ, വന്നിട്ട് 2 ദിവസം മാത്രമേ ആയുള്ളൂ. ഈ സ്ഥാപനത്തോടുള്ള കൂർ എത്രത്തോളമാണെന്ന് കണ്ടില്ലേ, ഇങ്ങനെയാവണം ജോലിക്ക് വരുന്നവർ എന്ന് പറഞ്ഞ് ആതിരയെ കണ്ടു പഠിക്കണമെന്ന് എല്ലാവരോടും കനകാംബരൻ നിർദ്ദേശിച്ചു. അതെല്ലാം കേട്ടതും ആതിര സന്തോഷത്തോടെ എല്ലാവരും നോക്കി പുഞ്ചിരിച്ച് അങ്ങനെ നിൽക്കുമ്പോഴേക്കും ഉടനെ കനകാംബരന് ആതിരയോട് വല്ലാത്ത സ്നേഹം തോന്നുന്നത് പോലെ, വല്ലാത്ത അടുപ്പമുള്ളതുപോലെ കനകാംബരൻ പെരുമാറുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ട് അടുത്ത് നിന്ന മായ ഉടനെ ആതിരയോട് ചോദിച്ചു, അത് ശരി, ഒറ്റ ദിവസം കൊണ്ട് തന്നെ സാറിനെ കയ്യിലെടുത്തല്ലോ, നമുക്ക് കാണാം എന്ന് പറഞ്ഞപ്പോ മായയുടെ ആ സംസാരവും പെരുമാറ്റം കേട്ടപ്പോ ആതിരയ്ക്ക് ആകെ സംശയമായി. ഉടനെ ആതിര സംശയത്തോടെ മായയെ നോക്കിയപ്പോഴേക്കും അടുത്ത് നിന്ന് ഗീത മായക്കരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മായെ, ആ 16-ാം നമ്പറിലുള്ള ആ ലോക്കറിലെ ആഭരണങ്ങൾ ഇങ്ങ് എടുത്തോണ്ട് പോര്. ഇന്ന് അത് ലോക്കറിൽ നിന്ന് ഇന്ന് അത് എടുക്കാനായിട്ട് ആള് വരും എന്നറിയിച്ചു. ശരിയെന്ന് പറഞ്ഞ് മായ വേഗം ലോക്കറിൽ നിന്ന് ആഭരണങ്ങൾ എടുക്കാനായി പോയ സമയത്ത് അടുത്ത് നിന്ന് ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് ഗീതമ്മ പറഞ്ഞു, അതെ, മായ അങ്ങനെ പറഞ്ഞത് ഓർത്ത് ആതിര കാര്യാക്കണ്ട കേട്ടോ. മായയ്ക്ക് അസൂയ തോന്നിയിട്ടാണ്. കനകാംബരൻ സാറിന് എന്തായാലും ആതിരയെ വല്ലാതെ ഇഷ്ടമായിട്ടുണ്ട്. ആതിരയുടെ കൃത്യസമയത്തുള്ള ഇടപെടൽ കൊണ്ട് ഇന്ന് ഈ സ്ഥാപനത്തിനെ വലിയൊരു ചതിയിൽ നിന്ന് രക്ഷിച്ചത് അതെന്തായാലും സാറിന് വലിയ സന്തോഷമായി എന്ന് ഗീതമ്മ ആതിരയോട് അറിയിച്ചു. ആതിര അത് കേട്ടതും എന്തോ പന്തികോടുള്ളതുപോലെ ആതിരയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. ആതിര വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ആതിര ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും കനകാംബരൻ സാറ് മുറിയിലേക്ക് വന്ന ഗീതമ്മയോട് തനിക്ക് ആതിരയെ ഒന്നുകൂടി പ്രശംസിക്കണമെന്നും ആതിരയെ ഒന്നുകൂടി അഭിനന്ദിക്കണമെന്നും അതുകൊണ്ട് ആതിരയെ അകത്തേക്ക് വിളിക്കാനായിട്ട് ഗീതമ്മയോട് പറഞ്ഞു. ഈ സമയത്ത് അർച്ചന ആകെ ടെൻഷനോടെ നിൽക്കുകയായിരുന്നു. ഗോകുലിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ തനിക്കൊരു അവസരം കിട്ടുന്നില്ല. ഇനി എന്തായാലും എല്ലാ കാര്യവും രാജീവിനോട് പറഞ്ഞേ പറ്റൂ. ഇനിയെങ്കിലും രാജീവിനോടെങ്കിലും പറഞ്ഞാലേ എനിക്ക് ഒരു സഹായം രാജീവിൽ നിന്നെങ്കിലും ഉണ്ടാവുകയുള്ളൂ. ഈ പ്രശ്നത്തിന് പരിഹാരം രാജീവ് തന്നെ തനിക്ക് പറഞ്ഞു തരും. ഇക്കാര്യത്തിൽ രാജീവിന്റെ സഹായം തേടുകയാണ് ഇനി ഏക മാർഗം എന്ന് ആ നിമിഷം അർച്ചന തീരുമാനിച്ചു. അങ്ങനെ അർച്ചന രാജീവിനോട് സംസാരിക്കാനായി പുറത്തേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. ഈ ഒരു ഒളിച്ചുകളി ഇനി അധികം നാൾ തുടരാൻ കഴിയില്ല. എത്രയും വേഗം തന്നെ ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. എത്രയും പെട്ടെന്ന് ഇത് അവസാനിപ്പിച്ച് എനിക്ക് എന്റെ സച്ചേട്ടൻ അരികിലേക്ക് മടങ്ങി പോയേ തീരുവെന്ന് അർച്ചന തീരുമാനിക്കുന്നു. അങ്ങനെ ആലോചിച്ചുകൊണ്ട് അർച്ചന രാജീവ് പറഞ്ഞ സ്ഥലത്തേക്ക് രാജീവിനെ കാണാനായി പോകാമെന്ന് തീരുമാനിച്ച് പതിയെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അർച്ചന റെഡിയായി ഇറങ്ങുന്നത് ശിശിരയുടെ കണ്ണിൽപ്പെട്ടു. ആരും കാണാതെ ആകെ ആരുടെയും കണ്ണിൽപ്പെടാതെ ആകെ മൊത്തത്തിൽ ഒരു കള്ളത്തരത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങുന്ന അർച്ചനയെ അവിടെ നിന്ന് കൃത്യമായി നോക്കുകയായിരുന്നു ശിശിര. ഇവളെന്താ ഇങ്ങനെ പോകുന്നത് എന്ന് ആലോചിച്ച് ശിശിര സംശയത്തോടെ നോക്കി. ഗോകുലാണെങ്കിൽ ഓഫീസിൽ പോയിട്ടില്ലല്ലോ, ഗോകുൽ ഇന്ന് വീട്ടിലും ഉണ്ട്, പിന്നെ എന്താ പ്രശ്നം എന്നിങ്ങനെ ശിശിര സംശയത്തോടെ നോക്കുമ്പോൾ അർച്ചന ആരുടെയും കണ്ണിൽപ്പെടാതെ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് കടന്ന് പോകുന്ന കാഴ്ച കണ്ടു. ഇവിടുത്തെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാനായി ശിശിര പിന്നാലെ വന്ന് നോക്കുമ്പോൾ വേഗം പുറത്തേക്ക് ഇറങ്ങിയ അർച്ചന അവിടെ പുറത്ത് കാത്തു നിൽക്കുന്ന ഓട്ടോയിലേക്ക് വേഗം കയറുന്നത് കണ്ടു. അപ്പോൾ ഇവള് കൃത്യമായി എല്ലാം ആലോചിച്ചുറപ്പിച്ച് തന്നെ ഇറങ്ങിയിരിക്കുന്നതാണ്, മുൻകൂട്ടി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന്
ശിശിരയ്ക്ക് മനസ്സിലായി. വേഗം ഓട്ടോയിൽ ചെന്ന് കയറി. അർച്ചന അവിടുന്ന് ഓട്ടോയിൽ കയറി പോകുന്ന കാഴ്ച കണ്ടതോടെ ശിശിര തീരുമാനിച്ചു, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തായാലും ഗോകുലിനോട് ഇതിനെക്കുറിച്ച് പറയണം. അവനോട് ചോദിക്കണം എവിടേക്കാ ഈ സമയത്ത് സമൃദ്ധ പോയതെന്ന്. അവൾ എങ്ങോട്ടാ ഇപ്പൊ പോയതെന്നും ആരെ കാണാനാ പോയതെന്നുമുള്ള കാര്യം കൃത്യമായിട്ട് അറിയണം. ഇത് അവൻ കൂടി അറിഞ്ഞിട്ടുള്ള കാര്യമാണോ എന്ന് മനസ്സിലാക്കണല്ലോ എന്ന് തീരുമാനിച്ച് ശിശിര ഗോകുലിനോട് സംസാരിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇന്ന് രാവിലെ തന്നോട് രാജീവേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ശിശിര മനസ്സിനെ വല്ലാതെ അലട്ടി. താനും സമൃദ്ധിയും കൂടി ഒളിച്ചോടാൻ വരെ തീരുമാനം ഇട്ടിട്ടുണ്ട് എന്നതായിരുന്നു രാജീവ് ശിശിരോട് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതെനിക്കൊന്ന് അറിയണം. ഇനി അങ്ങനെ എന്തേലും പദ്ധതിയായിട്ടാണോ രണ്ടുപേരുടെ പുറത്തേക്ക് പോയിരിക്കുന്നതെന്നും രണ്ടുപേരും പുറത്തു വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതും അതിനെക്കുറിച്ച് ആയിരിക്കുമോ എന്നൊക്കെയായിരുന്നു ശിശിരയുടെ മനസ്സിനെ അലട്ടിയത്. ശിശിര എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ താൻ കണ്ടെത്തുമെന്നും ഇത് ഗോകുലിന് കൂടി അറിവുള്ള കാര്യമാണോ എന്ന് തനിക്ക് അറിയണമെന്നുമുള്ള തീരുമാനിച്ചുകൊണ്ട് ശിശിര വേഗം തന്നെ ഗോകുലിനെ കാണാനായി മുറിയിലേക്ക് പോകുന്നു. അപ്പോഴാണ് രാജീവ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. രാജീവ് ഓഫീസിലേക്ക് പോകാനായി ഇറങ്ങേണ്ട രാജീവ് ഈ സമയത്ത് ഇറങ്ങുന്നത് കണ്ടപ്പോൾ ആകെ സംശയത്തോടെ ശിശിര അല്പം മാറി നിന്നു. രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോ ഉറപ്പാണ് ഇന്ന് രാവിലെ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവർ രണ്ടുപേരും എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ്. രണ്ടുപേരും സംസാരിക്കുവാനും മറ്റുമൊക്കെ ആയിട്ടായിരിക്കാം പുറത്തേക്ക് ഒരേ സമയത്ത് ഇറങ്ങി പോകുന്നതെന്ന് ശിശിരയുടെ മനസ്സ് വല്ലാതെ ആശങ്കപ്പെട്ടു. അങ്ങനെ ഇവരെ താൻ വെറുതെ വിടില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് രണ്ടുപേരെയും പിന്തുടരുന്നു തന്നെ ഇക്കാര്യത്തിൽ ഗോകുലിന് എന്താണ് അഭിപ്രായം എന്ന് കൂടി അറിയണമെന്നതായിരുന്നു ശിശിരയുടെ അപ്പോഴത്തെ ആലോചന. അങ്ങനെ രാജീവിന്റെയും സമൃദ്ധയുടെയും കള്ളക്കളി താൻ എന്തായാലും ഇവിടെയുള്ളവരെ അറിയിക്കുമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു ആ നിമിഷം ശിശിര. അപ്പോഴേക്കും അർച്ചന ഗോകുലിന്റെ കണ്ണുവെട്ടിച്ച് വേഗം രാജീവിന്റെ അരികിലെത്തി സത്യങ്ങളൊക്കെ രാജീവിനോട് സംസാരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അർച്ചന അവിടെ നിന്ന് ബീച്ചിലേക്ക് പുറപ്പെട്ടത്. ഈ സമയത്താണ് കനകാംബരം പറഞ്ഞനുസരിച്ച് ഗീതമ്മ ആതിരയെയും ആ ക്യാമ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ആതിര മുറി ക്യാബിനിലേക്ക് കയറി വന്നതും എന്താ സാർ എന്തിനാ വിളിപ്പിച്ചത് എന്ന് ചോദിച്ചു. അതെ, ആതിരയെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയാ. കുട്ടിയുടെ ഇന്നത്തെ കൃത്യ സമയത്തുള്ള ആ ഇടപെടൽ, അവസരചിതമായിട്ടുള്ള കുട്ടിയുടെ നീക്കം, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് വലിയൊരു തകർച്ചയിൽ നിന്ന്, വലിയൊരു കെണിയിൽ നിന്ന് ഈ കമ്പനിയെ കുട്ടിയാണ് കരകയറ്റിയത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ടതും ആകെ ഞെട്ടലോടെ ആകെ സംശയപ്പെട്ട് അങ്ങനെ നോക്കുകയാണ് ആതിര. ആകെ ടെൻഷനോടെ ആതിര കനകാംബരനെ നോക്കുമ്പോൾ കനകാംബരൻ ആതിരയുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് പറഞ്ഞു, കുട്ടി ഇന്ന് കുട്ടി ചെയ്തത് ചെറിയൊരു കാര്യമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആതിര പറഞ്ഞു, സർ ഇതെന്റെ ജോലിയുടെ ഭാഗമല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പെരുമാറിയത് എന്ന് ആതിര മറുപടി നൽകി. ഉടനെ ആതിരയുടെ കയ്യിൽ കിടക്കുന്ന ആ വളയെ എടുത്ത് ഒന്ന് നോക്കിയിട്ട് കനകാംബരൻ ചോദിച്ചു, ഇതും മുക്കുപണ്ടമാണല്ലോ, ഇത് സ്വർണ്ണമല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗീതമ്മ പറഞ്ഞു, അതൊരു പാവം കുട്ടിയാണ് സർ. കുടുംബത്തിന്റെ പ്രാരാബ്ദം കൊണ്ടല്ലേ ആ പാവം ഇവിടെ ജോലിക്ക് വന്നത് തന്നെ എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട കനാമ്പരം പറഞ്ഞു, അതെ, ഈ മുക്കുപണ്ടമൊക്കെ മാറ്റി നമുക്ക് തനി സ്വർണ്ണമാക്കണം. ഈ കയ്യില്, രണ്ട് കയ്യിലും വള വേണം, ഒരു 4 വള. ഇവിടെ ഞാൻ പണയത്തിൽ വെച്ചിരിക്കുന്ന ആളുകൾ, അവർക്ക് അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള 3-4 വളകളുണ്ട് ഇവിടെ. അത് ഞാൻ കുട്ടിക്ക് എടുത്തു തരാം. പിന്നെ അതിന്റെ പണം കുട്ടിയുടെ ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിച്ചോളാം എന്നൊക്കെ അങ്ങനെ കനകാംബരൻ സ്നേഹത്തോടെ പറയുമ്പോൾ അത് കേട്ട ആതിര പറഞ്ഞു, അയ്യോ അതൊന്നും വേണ്ട സാർ എന്ന് പറഞ്ഞപ്പോഴേക്കും അത് പറ്റില്ല, എനിക്ക് എൻ്റെ സ്ഥാപനത്തിലുള്ള ആളുകൾ, എൻ്റെ സ്ഥാപനത്തിലെ സ്റ്റാഫുകൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് കനകാംബരൻ അറിയിച്ചു. പിന്നെ കുട്ടിക്ക് എന്താ ആവശ്യമുണ്ടെങ്കിലും അത് എന്നോട് പറയണം. അപ്പോഴേക്കും കനകാംബരൻ ഉടനെ ആതിരയോട് പറഞ്ഞു, അതെ, എന്നോട് പറയാൻ മടിയാണെങ്കിലേ ഗീതമ്മയോട് പറഞ്ഞാൽ മതി. ഗീതമ്മേ, ഈ കുട്ടിക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാലും എന്ത് ആവശ്യപ്പെട്ടാലും അത് കൊടുത്തേക്കണം കേട്ടല്ലോ എന്ന് പറഞ്ഞത്. ഉടനെ എന്നാ ആതിര പോയി ജോലി ചെയ്തോ എന്ന് പറഞ്ഞ് ആതിരയെ പറഞ്ഞയച്ചു. ഉടനെ തന്നെ ആതിര അവിടുന്ന് പോയപ്പോഴേക്കും ഗീതമ്മയോട് കനകാംബരൻ ചോദിച്ചു, അല്ല ഗീതമ്മേ, ആതിര ആ കുട്ടി ഒരു പാവമാണല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗീതമ്മ അങ്ങനെ പറഞ്ഞത് കേട്ട് കനകാംബരന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഊരുകയും മോതിരം എടുത്തിടുകയും ചെയ്യുന്ന കണ്ടതും കനകാംബരനോട് ഗീതമ്മ ചോദിച്ചു, അല്ല ഇതിനിപ്പോ ആർക്കുള്ളതാണോ വല്ലാത്ത ഒരു ഇളക്കമാണല്ലോ സാറിന് ഇപ്പോ എന്നൊക്കെ കനകാംബരനോട് ചോദിക്കുമ്പോൾ കനകാംബരൻ ഗീതമ്മയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം കനകാംബരൻ തന്റെ മനസ്സിലുള്ള ആ താല്പര്യം എന്താണെന്നുള്ളത് ആതിരയോട് തുറന്നു പറയാനൊരു അവസരം തനിക്ക് കിട്ടാൻ കാത്തിരിക്കുകയാണ് എന്ന രീതിയിൽ ഗീതമ്മയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ കനകാംബരൻ നിന്നു. അതിനുശേഷം കനകാംബരൻ വേഗം തന്നെ തന്റെ ക്യാബിനിലെ ആ സ്ക്രീനിലൂടെ അവിടെ
ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആതിരയെ ഒന്ന് നോക്കിക്കൊണ്ടേയിരിക്കുന്നു. പിന്നീട് അർച്ചനയും രാജീവും ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടി. അർച്ചന അവിടേക്ക് വന്നു നിന്നതും തൊട്ടു പിന്നാലെ രാജീവും അവിടേക്ക് എത്തി. കാണണമെന്നും സംസാരിക്കണമെന്നും ആവശ്യപ്പെട്ടത് സമൃദ്ധിയാണ്. അതുകൊണ്ട് സമൃദ്ധിക്ക് തന്നെ തുടങ്ങാം. സമൃദ്ധിക്ക് തന്നെ എത്ര സമയം വേണേലും പറയുകയും ചെയ്യാം. ഞാൻ കേൾക്കാൻ തയ്യാറാണ്. അത് സമൃദ്ധിക്ക് ഇങ്ങനെ ഒരു കാര്യം തുറന്നു പറയാനുള്ള ഒരു ആഗ്രഹം തോന്നിയത് കൊണ്ട് മാത്രം. അതിൽ ഞാൻ സമയമൊന്നും കൃത്യമായി പറയുന്നുമില്ല എന്ന് രാജീവ് അറിയിച്ചു. എന്താ സമൃദ്ധ എന്ന് ചോദിച്ചിട്ട്, അല്ല അർച്ചന, എന്താ അർച്ചനയ്ക്ക് പറയാനുള്ളത് എന്ന് രാജീവ് അന്വേഷിച്ചപ്പോഴേക്കും അർച്ചന രാജീവിനെ നോക്കിയിട്ട് പറഞ്ഞു, അതെ അർച്ചന, അത് തന്നെയാണ് എൻ്റെ പേര്, ഞാൻ അർച്ചന തന്നെയാണ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയതേ ഉള്ളൂ എന്ന് പറഞ്ഞതും അത് കേട്ടതോടെ രാജീവ് പറഞ്ഞു, കള്ളം, ഇത് പച്ച കള്ളമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഓർമ്മകൾ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞ് ഇനി ഈ ആൾമാറാട്ടം നടത്താൻ എനിക്ക് വയ്യ എന്ന് അർച്ചന പറഞ്ഞപ്പോ അത് കേട്ട രാജീവ് പറഞ്ഞു, ഇത് പച്ച കള്ളമാണ് നിങ്ങൾ പറയുന്നത്. ആൾമാറാട്ടം നടത്താൻ നിങ്ങൾക്ക് വയ്യ എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് ഈ 10 വർഷക്കാലം നിങ്ങൾ നടത്തിയത് ആൾമാറാട്ടമല്ലേ? അന്ന് ആക്സിഡന്റിന് ശേഷം ബോധം തെളിഞ്ഞ നിങ്ങൾക്ക് അന്ന് ബോധം തിരിച്ചു കിട്ടി എന്ന കാര്യത്തിൽ കിട്ടിയിരുന്നു എന്നും ഇപ്പോൾ ഇത്രയും നാളും നിങ്ങൾ വെറുതെ മറ്റുള്ളവർക്ക് മുന്നിൽ അഭിനയിക്കുകയായിരുന്നു എന്നും ഞാൻ പറഞ്ഞാൽ അതല്ല എന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ഇത്രയും നാളും നിങ്ങൾ മറ്റുള്ളവരെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന്, അർച്ചന അങ്ങനെ അഭിനയിക്കുകയായിരുന്നുവെന്ന് ഞാൻ പറഞ്ഞാലോ എന്നെ അതല്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും എന്ന് രാജീവ് ചോദിച്ചതും അർച്ചന പറഞ്ഞു, അന്ന് ആക്സിഡന്റിന് ശേഷം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എന്നെക്കാളും വ്യക്തമായിട്ട് രാജീവിന് അറിയാവുന്നതല്ലേ? സത്യത്തിൽ എന്നെയല്ലേ എല്ലാവരും ചതിച്ചത്? ഈ 10 വർഷക്കാലം എന്നെ സമ്പർദ എന്നൊരു പേര് എന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നില്ലേ? സമ്പർദ എന്നൊരു വ്യക്തിയെ ഞാനാക്കി മാറ്റുകയായിരുന്നില്ലേ എന്ന് സമ്പർദ എന്നൊരു വ്യക്തിയാക്കി മാറ്റുകയായിരുന്നില്ലേ എല്ലാവരും ചേർന്നെന്ന് രാജീവിനോട് അർച്ചന ചോദ്യം ഉന്നയിച്ചു. അപ്പോഴേക്കും 10 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആക്സിഡന്റിനോട് അനുബന്ധിച്ചുണ്ടായ അന്നത്തെ സംസാരങ്ങളും പെരുമാറ്റ രീതികളും അന്ന് നടന്ന തീരുമാനങ്ങളും ഒക്കെ രാജീവ് ഒരു നിമിഷം ഓർത്തു. അങ്ങനെ ശോഭയുടെയും ശിശിരയുടെയും ഒക്കെ നിർബന്ധപ്രകാരം അർച്ചനയെ ഗോകുലിന്റെ ഭാര്യ സമൃദ്ധിയായി അവിടെ നിർത്താനായിട്ട് തീരുമാനിച്ചതിനെ കുറിച്ച് രാജീവ് ഓർത്തെടുത്തു. എന്നിട്ട് രാജീവ് പറഞ്ഞു, ശരി, സമ്മതിച്ചു. അങ്ങനെ അന്ന് നടന്ന തിരിമറിയെങ്കിൽ അങ്ങനെ എങ്കിലും ഇത്രയും ദിവസം ഇപ്പോൾ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടും എന്തുകൊണ്ടാണ് ആ സത്യം ഗോകുലിനോടും മറ്റുള്ളവരോടും പറയാതെ ഇപ്പോഴും അവർക്ക് മുന്നിൽ ഇങ്ങനെ ഒരു അഭിനയം തുടരുന്നത് എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു അഭിനയം തുടരാൻ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയത് അന്നത്തെ ആ പൂജയ്ക്ക് ശേഷമാണ്. ഓർമ്മ തിരിച്ചു കിട്ടിയ സമയത്ത് സച്ചിയേട്ടൻ അരികിലേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു എൻ്റെ തീരുമാനം. എന്നാൽ സച്ചിയേട്ടൻ അരികിലേക്ക് പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തപ്പോൾ എൻ്റെയും എൻ്റെ സച്ചിയേട്ടൻ്റെയും ജീവിതം ഇല്ലാതാക്കാൻ, ഞങ്ങളെ ഇല്ലാതാക്കാനായി തീരുമാനിച്ചുറപ്പിച്ച അവർ അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നത് ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ സച്ചിയേട്ടനിലേക്ക് മടങ്ങിപ്പോകാൻ തീരുമാനിച്ചിട്ട് അതിൽ നിന്ന് പിന്മാറാനുള്ള കാരണമെന്ന് അർച്ചന പറഞ്ഞപ്പോൾ, ആരാ അത് എന്ന് രാജീവ് സംശയത്തോടെ ചോദിച്ചു. അതോ ആരെയും ഇല്ലാതാക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്ത മനുഷ്യന്റെ രൂപം മാത്രമുള്ള, എന്നാൽ യാതൊരു മനുഷ്യത്വം തൊട്ട് തേണ്ടിയിട്ടില്ലാത്ത ഒരു പിശാചാണവൾ എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ആശ്രമത്തിൽ വെച്ച് സംസാരിച്ച അവന്തികയുടെ നീക്കങ്ങളും അവന്തിക സംസാരിച്ച കാര്യങ്ങളും രാജീവിനോട് അർച്ചന പങ്കുവെച്ചപ്പോൾ അവന്തികയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും സംശയത്തോടെ രാജീവ് അവന്തികയാണോ എന്ന് അന്വേഷിച്ചു. അതേ എന്ന് അർച്ചന മറുപടി നൽകി. അവന്തിക എന്റെ ആരാണെന്ന് രാജീവിന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴേക്കും രാജീവ് പറഞ്ഞു, അറിയാം. സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയാണ് അവന്തികയെന്നും അവന്തികയെയും നെല്ലിശ്ശേരിയെയും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അവന്തികയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അവന്തികയുടെ പിന്നാമ്പുറങ്ങൾ കൃത്യമായി തന്നെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. അവന്തിക എങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്തിയെന്നും എങ്ങനെയാണ് അവന്തികയും സച്ചിയുമായിട്ട് ശത്രുതയിലായതെന്നും യഥാർത്ഥത്തിലുള്ള അന്നത്തെ അവസ്ഥകൾ എന്തായിരുന്നുവെന്നും നെല്ലിശ്ശേരി കുടുംബത്തെ അവിടെയുള്ള നെല്ലിശ്ശേരിയുടെ സമ്പത്ത് മുഴുവൻ തട്ടിയെടുത്ത അവന്തികയുടെ നീക്കങ്ങളെക്കുറിച്ചുമൊക്കെ വ്യക്തമായി ഞാൻ എൻ്റെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു എന്ന് രാജീവ് പറഞ്ഞു. എല്ലാം കേട്ടതും അർച്ചന പറഞ്ഞു, ഇനിയും എൻ്റെ സച്ചിയേട്ടനെ ഒറ്റപ്പെടുത്തി നിൽക്കാൻ എനിക്കാവില്ല. സച്ചിയേട്ടനിൽ നിന്ന് എനിക്ക് അകന്ന് ജീവിക്കാനും ആവില്ല. എങ്കിലും സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സച്ചിയേട്ടനിലേക്ക് മടങ്ങി പോകാതെ ഇപ്പോഴും ഗോകുലിനൊപ്പം നിൽക്കുന്നത് ഗോകുൽ ഇത്രയും വർഷക്കാലം എനിക്ക് നൽകിയ പരിചരണവും സംരക്ഷണവും ഒക്കെ, എനിക്ക് നൽകിയ സ്നേഹവും സംരക്ഷണവും ഗോകുലിനോടും ഗോകുലിന്റെ കുടുംബത്തോടും അതിന്റെ നന്ദികേട് കാണിക്കാൻ എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഗോകുലിന്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത്.
എന്നാൽ ഇനി എനിക്ക് ഇത് മുന്നോട്ട് തുടർന്നു കൊണ്ടുപോകാനാവില്ല. അങ്ങനെ വന്നാൽ എന്റെ സച്ചിയേട്ടനെ തന്നെ ഞാൻ ഇല്ലാതാക്കുന്നതിന് തുല്യമാവും. അതുകൊണ്ട് എത്രയും വേഗം എനിക്കിതെല്ലാം അവസാനിപ്പിച്ച് സച്ചിയേട്ടനിലേക്ക് എനിക്ക് മടങ്ങിപ്പോയേ തീരൂ. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് എന്റെ ശശിയേട്ടൻ. അതുകൊണ്ട് തന്നെ എന്റെ ശശിയേട്ടന് ഒരു പോറൽ പോലും ഏൽക്കാതെ, ശശിയേട്ടനും എന്റെ കുടുംബത്തിനും ഒരാപത്തും വരാതെ, എന്നാൽ ഗോകുലിനും കുടുംബത്തിനും ഞാൻ മൂലം ഒരു തകർച്ചയും ഉണ്ടാകാതെ വേണം എനിക്ക് എന്റെ ശശിയേട്ടനിലേക്ക് മടങ്ങിപ്പോകാൻ. അങ്ങനെ അതിനുവേണ്ടി ഒരു അവസരത്തിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഗൂഗിളിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ ഒരു അവസരം കിട്ടാനായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷേ അങ്ങനെ ഒരു അവസരം ഇതുവരെ എന്നിലേക്ക് വന്നു ചേർന്നില്ല എന്നതാണ് സത്യം. അതിനിടയിൽ അവന്തിക ഇനിയും എന്റെ സച്ചിയേട്ടനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. ഞങ്ങൾ ഒന്നിച്ചാൽ, ഞാൻ സച്ചിയേട്ടനിലേക്ക് മടങ്ങിപ്പോയെന്നറിഞ്ഞാൽ, അവന്തിക അത് മനസ്സിലാക്കിയാൽ പിന്നെ എന്റെ സച്ചിയേട്ടനെ ഒരിക്കലും ജീവനോടെ പോലും അവൾ വെച്ചേക്കില്ല. അത്രത്തോളം ഒരു ക്രൂരമായ ചിന്താഗതിയോടെ നടക്കുന്ന ഒരു സ്ത്രീയാണ് അവന്തിക. അതുകൊണ്ട് തന്നെ അവന്തികയെ ഇല്ലാതാക്കണം. അവന്തികയുടെ തകർച്ച, അതിലൂടെ മാത്രമേ എനിക്ക് എൻ്റെ സച്ചിയേട്ടനിലേക്ക് ഒരു മടങ്ങിപ്പോക്കുണ്ടാവൂ എന്ന് അർച്ചന അറിയിച്ചു. അതോടൊപ്പം തന്നെ എനിക്ക് സച്ചിയേട്ടനെ മറന്നിട്ട് ഒരു ജീവിതം എനിക്കില്ല. ഗോകുലും മോളും എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും ഗോകുലിന്റെ ആ സ്നേഹം, ഗോകുലിന്റെയും കുടുംബത്തിന്റെയും സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാനേ എനിക്ക് സാധിക്കും. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാണ് എന്റെ സച്ചിയേട്ടൻ. എന്റെ സച്ചിയേട്ടനെ മറന്നിട്ട് ഒരു ജീവിതം എനിക്കില്ല എന്ന് അർച്ചന രാജീവനോട് അറിയിക്കുന്നു. എല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ഇതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണെന്നും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നും അതിന് ഒരു ഉപായം എനിക്ക് രാജീവ് തന്നെ പറഞ്ഞു തരണമെന്ന് അർച്ചന ആവശ്യപ്പെട്ടപ്പോൾ എല്ലാ സത്യങ്ങളും രാജീവിനോട് തുറന്നു പറഞ്ഞപ്പോഴാണ് ഇത്രയും നാളും ഞാൻ അനുഭവിച്ച ടെൻഷനിൽ നിന്ന് ഒരല്പമെങ്കിലും ഒരാശ്വാസം എനിക്ക് കിട്ടിയത്. ഇപ്പോഴും വല്ലാത്തൊരു ടെൻഷനോടെയാണ് ഞാൻ ആ വീട്ടിൽ കഴിയുന്നത് തന്നെ. ഓരോ നിമിഷവും ടെൻഷൻ അടിച്ച് ഞാൻ സ്വയം ഇല്ലാതാകുന്നത് പോലെയാണ് എന്ന് അർച്ചന വേദനയോടെ രാജീവിനോട് പറയുമ്പോൾ അത് കേട്ട രാജീവ് പറഞ്ഞു, ഈ പ്രശ്നത്തിനൊരു പരിഹാരം അത് ഉടനെ തന്നെ ഉണ്ടാക്കിയേ തീരൂ. എന്തായാലും ഞാൻ ആലോചിച്ചിട്ട് ഒരു സൊല്യൂഷൻ കണ്ടെത്താമെന്ന് രാജീവ് ഉറപ്പു നൽകുമ്പോൾ അർച്ചന രാജീവിനോട് കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തിയ സമയത്ത് അർച്ചനയെ കാത്ത് അവിടെ നിൽക്കുകയായിരുന്നു ശിശിര. അകത്തേക്ക് കയറിയ അർച്ചനയെ പിന്നിൽ നിന്ന് സമൃദ്ധ, ഈ സമയത്ത് നീ എവിടെ പോയതായിരുന്നുവെന്നും നീ എന്നോട് പറഞ്ഞതെല്ലാം കളവായിരുന്നില്ലേ എന്നും നീ രാജീവേട്ടനെ കണ്ട് സംസാരിക്കാനായിട്ട് പോയതല്ലേ എന്നുമൊക്കെ സംശയത്തോടെയും അതിനേക്കാളേറെ ദേഷ്യത്തോടെയും ചോദ്യങ്ങൾ ഉന്നയിച്ച് അർച്ചനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ് ശിശിര.